ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തെരഞ്ഞെടുക്കാനുള്ള നറുക്കെടുപ്പും ഇന്നാണ്. ഉഷപൂജയ്ക്ക് ശേഷം ഇന്ന് രാവിലെ 7:30 മണിയോടെയാണ് നറുക്കെടുപ്പ്. ശബരിമല മാളികപ്പുറം നറുക്കെടുപ്പിനായി ഹൈക്കോടതി നിരീക്ഷകരും സന്നിധാനത്തെത്തി. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നു സന്നിധാനത്ത് നിന്ന്. പറയൂ പ്രതീഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. തുലാമാസ പുലരിയിൽ വൻ തീർത്ഥാടക തിരക്കോട് കൂടിയാണ് ശബരിമല നട തുറന്നത്. ഇന്ന് നടക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങ് ശബരിമല മാളികപ്പുറം മേൽശാന്തി നറുക്കെടുപ്പാണ്. അല്പസമയത്തിനകം ഉഷപൂജയ്ക്ക് ശേഷം ഈ നറുക്കെടുപ്പിലേക്ക് കടക്കും. ഹൈക്കോടതിയുടെ കർശനമായ നിരീക്ഷണത്തിലാണ് ഈ നറുക്കെടുപ്പ് നടക്കുക. ഈ മാളികപ്പുറം മേൽശാന്തിയുടെ ചുരുക്കപ്പട്ടികയിൽ 13 പേരും ഈ ശബരിമല മേൽശാന്തിമാരുടെ ചുരുക്കപ്പട്ടികയിൽ 14 പേരുമാണ് ഇടം പിടിച്ചിരിക്കുന്നത്. ഈ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ മേൽനോട്ടത്തിലായിരിക്കും ഈ നറുക്കെടുപ്പ് നടക്കുക. ഈ നറുക്കെടുക്കുന്നതിനായി പന്തളം കൊട്ടാരത്തിലെ പ്രതിനിധികളായ കശ്യപ് വർമ്മയും മൈഥിലി വർമ്മയും ഇന്നലെ തന്നെ ഈ ശബരിമലയിൽ എത്തിയിട്ടുണ്ട്. ഈ കശ്യപ് വർമ്മയാണ് ശബരിമല മേൽശാന്തിയെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നത്. ഈ പ്രത്യേക രീതിയിലാണ് ഈ ശബരിമലയിൽ ഈ മേൽശാന്തി നറുക്കെടുപ്പ് നടക്കുക. 2 വെള്ളിക്കുടങ്ങളിൽ ഈ കുടങ്ങളിലായിരിക്കും ഈ നറുക്കെടുപ്പ് നടക്കുക. ആദ്യ കുടങ്ങളിൽ 14 തിരഞ്ഞെടുക്കപ്പെട്ട 14 മേൽശാന്തിമാരുടെയും പേര് എഴുതിയ കടലാസുകൾ നിക്ഷേപിക്കും. അതിൽ ഒരു കടലാസ് ഈ കശ്യപ് വർമ്മ എടുക്കും. മറ്റ് ഈ വെള്ളിക്കുടത്തിൽ 14 കടലാസുകൾ ഉണ്ടാകും. അതിൽ 13 കടലാസും ഒന്നും എഴുതാത്ത കടലാസും ഒന്നിൽ മേൽശാന്തി എന്നുള്ള പേര് എഴുതിയ കടലാസുമായിരിക്കും. ഒരേ സമയം ഈ നറുക്കെടുക്കുന്ന ഒരു കുടത്തിൽ നിന്ന് ഒരു മേൽശാന്തിയുടെ പേരെടുക്കുമ്പോൾ മറ്റേ കുടത്തിൽ നിന്ന് എടുക്കുന്ന കടലാസിൽ എപ്പോൾ മേൽശാന്തി എന്നുള്ള കടലാസ് കിട്ടുന്നോ ആ വ്യക്തിയായിരിക്കും ഈ വരുന്ന ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തേക്കുള്ള ഈ ശബരിമല മേൽശാന്തി. ആ വരുന്ന ഒരു വർഷത്തേക്കായിരിക്കും വൃശ്ചികം 1 നട തുറക്കുന്ന ആ ദിവസം മുതൽ തന്നെ അദ്ദേഹമായിരിക്കും ശബരിമല മേൽശാന്തിയായി നിയമിക്കപ്പെടുക. അത്തരത്തിലൊരു ക്രമീകരണമാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വലിയ തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്. ഈ ശബരിമല ശ്രീകോവിലിന് മുന്നിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ കഴിഞ്ഞ തുലാമാസ പൂജകൾക്കൊന്നും തന്നെ ഇല്ലാത്ത തരത്തിലുള്ള തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്. ഈ കാണുന്ന ഈ സോപാനത്തിന് ഉള്ളിലായിരിക്കും ഈ നറുക്കെടുപ്പ് ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറും ഒപ്പം ഈ പ്രത്യേക നിരീക്ഷകനായി ഹൈക്കോടതിയുടെ ഒരു ജഡ്ജി TR രാമചന്ദ്രൻ നായർ ഉണ്ട്. അദ്ദേഹം കൂടി ഈ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കും. അത്തരത്തിൽ വളരെ സുതാര്യതയോടുകൂടിയായിരിക്കും ഈ ശബരിമല ഒപ്പം മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നടപടിക്രമങ്ങൾ നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ശബരിമലയിൽ ഉഷപൂജ ആരംഭിക്കും. ഉഷപൂജ കഴിഞ്ഞാൽ ഉടൻ തന്നെ നറുക്കെടുപ്പ് നടക്കും. ഈ ശബരിമലയിലെ മേൽശാന്തി നറുക്കെടുപ്പ് പൂർത്തിയായാൽ ഉടൻ തന്നെ വളരെ പെട്ടെന്ന് തന്നെ മാളികപ്പുറത്തെയും മേൽശാന്തി നറുക്കെടുപ്പ് നടക്കും. എന്തായാലും വലിയ തീർത്ഥാടന തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്. ഈ സാധാരണഗതിയിൽ ഈ മകരവിളക്ക് തീർത്ഥാടന കാലത്താണ് ഇത്രത്തോളം തിരക്കൊക്കെ തന്നെ ശബരിമലയിൽ കാണാറുള്ളത്. പക്ഷേ ഈ ഫ്ലൈ ഓവറുകളും ക്യൂ കോംപ്ലക്സുകളും ഒക്കെ തന്നെ നിറഞ്ഞ തീർത്ഥാടകരുടെ നീണ്ട നിരയാണ് ശബരിമലയിൽ ഒന്നടങ്കമുള്ളത്. ഈ തീർത്ഥാടന കാലം ഈ വിവാദങ്ങളൊന്നും തന്നെ ബാധിച്ചിട്ടില്ല എന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ തീർത്ഥാടകരുടെ തിരക്ക്. നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടി പറഞ്ഞത് അക്കാര്യമായിരുന്നു. ഒരു തരത്തിലും സ്വർണ്ണപ്പാളി വിവാദങ്ങൾ ഈ തീർത്ഥാടന കാലത്തെ ബാധിച്ചിട്ടില്ല. അത്രത്തോളം തീർത്ഥാടകരുടെ തിരക്ക് ഇന്നലെയും ഇന്നുമായി ശബരിമലയിൽ ഉണ്ട്. ഈ വരും ദിവസങ്ങളിലും തീർത്ഥാടകരുടെ വലിയ തിരക്ക് ഉണ്ടാകുമെന്നതാണ് ദേവസ്വം ബോർഡും പോലീസും പറയുന്നത്. MG പ്രതീഷാണ് ശബരിമല സന്നിധാനത്ത് നിന്നും ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.